മൂവുലകനും അധിപതിയായ ത്രിയേക ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസിദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. ഈ ആഴ്ചയുടെ അവസാനത്തെ സന്ധ്യയിൽ, ഈ മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ചയിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ വർഷത്തിന്റെ പകുതി സമയം ദൈവം നമ്മെ കാത്തു. നാം കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇനി തിങ്കളാഴ്ച കൂടുമ്പോൾ പുതിയ മാസമായിരിക്കുമല്ലോ. ദൈവത്തിന്റെ സൂക്ഷിപ്പുകൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളത്തെ പല സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന സഭായോഗങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്നലെ രാത്രിയിൽ നോക്കിയത് എതിർ ക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടാനുള്ള ശ്രമമായിരുന്നു. നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ യെശയ്യാവും ദാനിയേലുമാണ് അധികമായും എതിർ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിലും അതേപ്പറ്റി രേഖകളുണ്ട്. എതിർ ക്രിസ്തു എന്ന പേരൊന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ കൂടുതലായും എതിർ ക്രിസ്തുവിന്റെ വിവരണങ്ങൾ നൽകിയിട്ടുള്ളത് പൗലോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായുമാണ്. യോഹന്നാന്റെ ലേഖനത്തിലുമുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട്. അതിൽ നമ്മൾ ഇന്നലെ ഒത്തിരി ആഴത്തിലുള്ള പഠനമൊന്നും അല്ല നടത്തുന്നത്. ഒരു പെരിഫറലായിട്ടുള്ള ഉപരിപ്ലവമല്ല, ഉപരിതലത്തിലൂടെയുള്ള ഒരു യാത്ര മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ നടത്തുന്നത്. കാരണം അവിടെ നമ്മൾ അധികം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒത്തിരി പേർക്ക് ഒത്തിരി എന്താണ് പറയുന്നത്, ഇൻട്രസ്റ്റ് ഉള്ള, ഒത്തിരി താല്പര്യമുള്ള ഒരു വിഷയമാണ് എതിർ ക്രിസ്തു എന്നുള്ളതും എതിർ ക്രിസ്തുവിന്റെ മുദ്രയും കാര്യങ്ങളുമൊക്കെ. നമ്മൾ പക്ഷെ അതിന് അമിതമായ പ്രാധാന്യം നൽകുന്നില്ലാത്തത് കൊണ്ട് ഓടിച്ച് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ പഴയ നിയമത്തിൽ നിന്ന് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള സൂചനകൾ കണ്ടപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, യെശയ്യാവ് ആ മനുഷ്യനെ ബാബിലോണ്യ രാജാവെന്നും അശൂര് രാജാവെന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ ദാനിയേൽ അതേപ്പറ്റി പറയുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ, 2-ാം അധ്യായത്തിലും ആ സൂചനയാണുള്ളത്. 7-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് റോമിന്റെ ഭാഗമായിട്ടാണ് എതിർ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ പക്ഷേ സിറിയയിൽ നിന്നും വരുന്നവനായിട്ട് ദാനിയേൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ 4 വ്യത്യസ്തമായ നിലപാടുകൾ, അത് ഒരു കോൺട്രഡിക്ടറി അല്ലേ, വൈരുദ്ധ്യാത്മകമല്ലേ എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നുമെങ്കിലും അല്ല. കാരണം ആദ്യം അശൂരിന്റെ ഭാഗമായിരുന്നത് പിന്നീട് ബാബിലോണിന്റെ ഭാഗമായി. ബാബിലോണിന്റെ ഭാഗമായിരുന്നത് പിന്നീട് റോമായുടെ ഭാഗമായി. അതിനു മുമ്പ് ഗ്രീസിന്റെ ഭാഗം, ബാബിലോണിന്റെ ഭാഗമായിരുന്നത് ഗ്രീസിന്റെ ഭാഗവും, ഗ്രീസിന്റെ വിഭജനം നടന്നപ്പോൾ അത് സിറിയയുടെ ഭാഗവുമായി. അതുകൊണ്ട് ബാബിലോണ്യനെന്നോ അശൂര്യനെന്നോ റോമക്കാരനെന്നോ സിറിയക്കാരനെന്നോ ഗ്രീക്കുകാരനെന്നോ വിളിച്ചാലും ഈ ഭരണം മാറിയെന്നേ ഉള്ളൂ. സ്ഥലവും
ആ ഭൂപ്രദേശങ്ങളും അത് തന്നെയാണ്. ഇപ്പൊ ഓരോ ഗവൺമെന്റ് മാറുമ്പോൾ ഓരോ പേരോ കാര്യങ്ങളോ മാറുമെങ്കിലും രാജ്യമോ സ്ഥലമോ തലസ്ഥാനമോ ഒക്കെ അതൊക്കെ തന്നെ. അതുകൊണ്ട് ഈ വിവിധ പേരുകൾ ഒരിക്കലും നമ്മെ എന്താണ് പറയുന്നത്, വേദപുസ്തകത്തിന്റെ ആധികാരികതയെ സംശയിക്കത്തക്കതുപോലെ കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല. വേദപുസ്തകം അവിടെയും വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതുകൊണ്ട് പറഞ്ഞ കാര്യം മനസ്സിലായോ? ആദ്യം അശൂരാണ് ലോകഭരണം കൈയാളിയത്. അത് വെച്ച് ആര് സാമ്രാജ്യത്തുണ്ടായിരുന്ന ഒരുത്തനെ അശൂർക്കാരൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പിന്നീട് ബാബിലോൺ അശൂരിനെ കീഴ്പ്പെടുത്തി. അശൂരിൽ നിന്ന് ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്തപ്പോൾ പേര് ബാബിലോൺ എന്നായി, പക്ഷെ സ്ഥലം അതൊക്കെ തന്നെ. അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം. അതുകൊണ്ടാണ് ആ വിവിധ പേരുകളോ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ വിവരണങ്ങളോ അവിടെ ഉള്ളത്. അതല്ലാതെ വ്യത്യസ്ത വ്യക്തികൾ അല്ല. ഇത്രയും വ്യക്തമാണോ? ഇന്നലെ നമ്മൾ ചിന്തിച്ചതിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞതിലും എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ? പഴയ നിയമത്തിൽ എതിർ ക്രിസ്തുവിന്റെ ചിത്രത്തെ പറ്റി വാസ്തവത്തിൽ ദേവദാസൻ പറഞ്ഞതുകൊണ്ടാ ഇത് മനസ്സിൽ വന്ന ഒരു ഡൗട്ടായിരുന്നു. ഈ കോൺട്രാഡിക്ഷന്റെ കാര്യം പറഞ്ഞില്ലേ, അത് വാസ്തവത്തിൽ മനസ്സിൽ കിടന്ന ഡൗട്ടാ, ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. കാരണം അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നറിയാം. താങ്ക് യു. ഓക്കെ, സ്തോത്രം. ശരി, മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് ആദ്യം നോക്കാം. അവിടെ വിശേഷാൽ അതുമായി ബന്ധപ്പെട്ട് 2 തെസ്സലോനിക്ക ലേഖനത്തിലാണ് നാം കാണുന്നത്. തെസ്സലോനിക്കർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ നാം കാണുന്നത് 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിച്ചത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പേരുകൾ. ഒന്ന്, നാശയോഗ്യൻ, സൺ ഓഫ് പെർഡീഷൻ ഓർ സൺ ഓഫ് ഡിസ്ട്രക്ഷൻ. നാശയോഗ്യൻ. 2-മതൊരു പേര് അവിടെ കൊടുത്തിരിക്കുന്നു, അധർമ്മമൂർത്തി. അധർമ്മമൂർത്തി. അപ്പോൾ നാശത്തിന്റെ പുത്രൻ, അതാണ് സൺ ഓഫ് പെർഡീഷൻ. നാശയോഗ്യൻ അല്ലെ, മലയാളത്തിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. നാശയോഗ്യൻ, സൺ ഓഫ് പെർഡീഷൻ, സൺ ഓഫ് ഡിസ്ട്രക്ഷൻ, നാശപുത്രൻ എന്ന് അതിനെ നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റും. അധർമ്മമൂർത്തി എന്നും നാശയോഗ്യനെന്നും അവിടെ പറയുന്നു. 3-മതൊരു കാര്യം അവിടെ നിന്ന് തന്നെ നമുക്ക് ആ വാക്യത്തിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നത്, ഭാവിയിൽ വരുവാനുള്ള ഒരുത്തൻ. ഇപ്പോൾ അല്ലെങ്കിൽ ഇത് എഴുതുന്ന സമയത്ത് ഉള്ളവനല്ല, ഭാവിയിൽ വെളിപ്പെടുവാനുള്ളവനായി പറയുന്നു. പൗലോസ് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഉള്ള ഒരുത്തനായിട്ടല്ല, പിൽക്കാലത്ത് വരുവാനുള്ളവനായിട്ടാണ് നാം അവിടെ ഈ എതിർ ക്രിസ്തുവിനെ കാണുന്നത്. പൗലോസ് എതിർ ക്രിസ്തു എന്ന പേര് ഉപയോഗിക്കുന്നില്ല. അവന്റെ മറ്റ് പേരുകളാണ് ഉപയോഗിച്ച് കാണുന്നത്.
ഓക്കെ, വളരെ പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ, മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും കാണാനായിട്ടുള്ളത്. അതിൽ നാശയോഗ്യൻ, സൺ ഓഫ് പെർഡീഷൻ, വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? യൂദായെ കുറിച്ച് പറയുന്നു, നാശയോഗ്യൻ. അതെ, ബൈബിളിൽ രണ്ട് വ്യക്തികളെയാണ് നാശയോഗ്യൻ അല്ലെങ്കിൽ സൺ ഓഫ് പെർഡീഷൻ അല്ലെ ഡിസ്ട്രക്ഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. രണ്ടും പുതിയ നിയമത്തിലാണ്. ഒന്ന്, ഒറ്റുകാരനായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത വഞ്ചകനായ ട്രൈറ്ററായ യൂദ ഇസ്കറിയോത്താവ്. മറ്റൊരാള് ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്ന വ്യക്തി, നാശയോഗ്യൻ. യോഹന്നാന്റെ സുവിശേഷം 17:12 വാക്യം വായിച്ചാട്ടെ. ജോൺ 17:12. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. സ്തോത്രം. അപ്പൊ നശിച്ചുപോയി എന്ന്, നാശയോഗ്യനെന്നും നശിച്ചുപോയി എന്നും നാശയോഗ്യനെന്നും പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളിൽ ഒന്നാമൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന, കർത്താവിനെ ഒറ്റിക്കൊടുത്ത ഈ യൂദായാണ്. പത്രോസും അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൽ അവനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങളൊക്കെ എടുത്തു വെച്ച് പറയുന്നത് നമുക്ക് അറിയാമല്ലോ. സങ്കീർത്തനങ്ങളിൽ നിന്ന് പത്രോസ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഫ്രം വേഴ്സസ് 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ യൂദായെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ 120 പേരുടെ ആദിമ ക്രൈസ്തവ സംഘത്തിൽ പ്രസ്താവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് ഒന്നും കൂടെ വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ അവനെക്കുറിച്ച് പറയുന്ന ചില പ്രത്യേക പ്രയോഗങ്ങളുമുണ്ട്. അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. ഏതായാലും യൂദായെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗം, ആ നാശയോഗ്യനല്ലാതെ. അതുപോലെ തന്നെയാണ് ഇവിടെയും പൗലോസും എതിർ ക്രിസ്തുവിനെ വിളിക്കുന്നത് നാശയോഗ്യൻ. അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെയോ സാമ്യമുള്ളത് പോലെയൊക്കെ തോന്നുന്നു, അല്ലെ? പിന്നീട് നമുക്കതിലേക്ക് ഒന്നും കൂടെ വരേണ്ടതുണ്ട്. പിന്നെ യേശു കർത്താവ് യൂദായെ സംബോധന ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് കൂടെയുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായം 70-71. ജോൺ 6:70 and 71. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാച് ആകുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. കണ്ടോ, യേശു കർത്താവ് വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലത്വത്തിനായിട്ടാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഒരുവൻ ഒരു പിശാചാകുന്നു. ഇംഗ്ലീഷും കൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ?
He spake of Judas Iscariot. 70-71 അല്ലേ? Yeah, 70-71. Jesus answered them, have not I chosen you 12, and one of you is a devil? He spake of Judas Iscariot, the son of Simon, for he it was that should betray him, being one of the 12. Praise God. അവിടെ കാണുന്നത് one of you is a devil. ആ 12 പേരിൽ ഒരുവൻ ഒരു പിശാചാകുന്നു. അവിടെ നമ്മൾ കാണുന്നത് യൂദായെ പറ്റിയ. ഈ രണ്ട് കാര്യങ്ങളും കൂടെ യൂദായയുടെ വിഷയത്തിലും എതിർ ക്രിസ്തുവിന്റെ കാര്യത്തിലും കൂടെ എടുത്തു വച്ചാൽ ഇവൻ തന്നെ അല്ലേ അവനെന്ന് സംശയിച്ചു പോകും. ഏതായാലും നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, മറന്നുപോയോന്നറിയില്ല, ഒത്തിരി നാളുകൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു, ദ മീനിങ് ഓഫ് നാശം, പെർഡീഷൻ, ഡിസ്ട്രക്ഷൻ. ഓർമ്മയുണ്ടോ? നാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇതൊരു സ്ഥലമാണ്, ഇതൊരു അവസ്ഥയാണ്. നാശം എന്ന് പറയുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട സൂചനകളാണ് അല്ലെങ്കിൽ അർത്ഥങ്ങളാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, അതൊരവസ്ഥയാണ്, എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലോസ്. നഷ്ടപ്പെട്ടു പോയ അവസ്ഥയ്ക്ക് നാശം എന്ന് പറയുന്നു. അത് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് പോയി, പിന്നെ ഇല്ല, നമ്മുടെ കയ്യിലില്ല. നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ്. അതിൻ്റെ അസ്തിത്വം ഇല്ലാതാകണമെന്നില്ല. ഒരു വസ്തുവിൻ്റെ ആസ്തിക്യം നഷ്ടപ്പെടണമെന്നില്ല നശിച്ചു പോകാൻ. അങ്ങനെയും ആകാം, പക്ഷെ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ, അത് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ പറയും അത് പോയി, നശിച്ചു പോയി. ആരുടെയോ കയ്യിലുണ്ട്, ഉപയോഗപ്രദമാണ്, അല്ലെങ്കിൽ എവിടെയോ വീണുപോയി, ഉപയോഗപ്രദമായി തന്നെ അത് വീണിടത്ത് എവിടെയോ കിടപ്പുണ്ട്, എവിടാന്നറിയില്ല. അപ്പം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയ്ക്ക് നാശം എന്ന് പേർ വിളിക്കും. മറ്റൊന്നാണ് ഇറ്റ്സ് എ പ്ലേസ് ഓൾസോ. ഇറ്റ്സ് എ പ്ലേസ് ഓൾസോ. ഇത് ഒരു സ്ഥലവും കൂടെയാണ്. എങ്ങനെയുള്ള സ്ഥലം? നഷ്ടപ്പെട്ടവർ അന്തിമമായി ചെന്നെത്തുന്നതും വസിക്കുന്നതുമായ സ്ഥലം. It's also a place where the lost, destroyed people, the lost ones will finally reach and abide in. നഷ്ടപ്പെട്ടവർ ഏറ്റവും ഒടുവിലായി എത്തിച്ചേരുന്ന, അവരുടെ അനന്തത ചിലവഴിക്കുന്ന സ്ഥലത്തിനും പറയുന്ന പേര് നാശം എന്നാണ്. നാശം എന്നാണ്. അതുകൊണ്ടാണ് ഇതേ തെസലോനിക്ക ലേഖനത്തിൽ നാം കാണുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ മലയാളത്തിൽ 10-ാമത്തെ വാക്യമാണ്, മറ്റ് ഭാഷകളിൽ നിൽക്കുന്ന 9-ാമത്തെ വാക്യമാണ്. 9ഉം 10ഉം കൂടെ ഒന്ന് വായിച്ചോളൂ. 2 Thessalonians chapter 1 verses 9 and 10. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും
ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയവിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഉണ്ടോ? നിത്യനാശം എന്ന ശിക്ഷാവിധി. അപ്പം ആ ഒരു അവസ്ഥയാണ്, നശിച്ചുപോയ അവസ്ഥ. അവരാരും പക്ഷേ ഇല്ലാതെയാകുന്നുണ്ടോ? അന്നിഹിലേറ്റ് ആകുന്നുണ്ടോ? ഇല്ല, അവരാരും ഇല്ലാതെയാകുന്നില്ല. പക്ഷേ അവരെല്ലാവരും നിത്യനാശം അനുഭവിക്കുകയാണ്. നിത്യനാശം അനുഭവിക്കുകയാണ്. അപ്പം നശിച്ചു പോകുക, ഇല്ലാതെയായിത്തീരണം എന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും അങ്ങനെയുള്ളവർ മരണാനന്തരം ചെന്നു ചേരുന്ന ഇടവുമാണത് എന്ന് നമ്മൾ കണ്ടു. ആ അവസ്ഥയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അല്ലെങ്കിൽ അതിലേക്ക് പോയ ഒരുത്തനാണ് യൂദ. അവൻ നശിച്ചുപോയി എന്നാണ് നാം തിരുവെഴുത്തിൽ കാണുന്നത്. നശിച്ചുപോയി. അതുപോലെ തന്നെയാണ് ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ചും പറയുന്നത്. എതിർ ക്രിസ്തുവിനെ കുറിച്ചും പറയുന്നത്. ഒന്ന് തിമോത്തിയോസ് 6:9 വാക്യം. 1 Timothy 6:9. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങളും. സംഹാര നാശങ്ങളിൽ. കണ്ടോ? സംഹാര നാശങ്ങളിൽ. നമുക്ക് അത് തന്നെ വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശേഷിച്ച് 8 തൊട്ട് 11 വരെ. ഇന്നലെ നമ്മൾ അതിലെ ചില ഭാഗങ്ങളിലൂടെ പോയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല. അതിലൊരു വാക്യത്തിലേക്ക് വരാം. നമ്മള് പിന്നീട് വരുമെന്ന് പറഞ്ഞു വിട്ട ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഇന്നലെ. ഇപ്പം Revelation 17 verses from 7 to or 8 to 11 അവിടെയും നാം ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. Also Hebrews 10:39, എബ്രായർ 10:39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ പിന്മാറ്റക്കാരൻ എവിടേക്ക് പോകുന്നു? നാശത്തിലേക്ക് പോകുന്നു. ഈ രണ്ടർത്ഥത്തിലുമുണ്ട്, അവസ്ഥയും സ്ഥലവും. A state and a place. ഇവിടെ യൂദായെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അതൊരു സ്ഥലം എന്ന നിലയിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുമ്പേ ഞാൻ പറഞ്ഞ Acts 1:24, അപ്പോസ്തല പ്രവൃത്തികൾ 1:24. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന്. മറ്റാരെക്കുറിച്ചും മറ്റാരുടെയും മരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ലാത്തൊരു പ്രയോഗമാണിത്. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ശുശ്രൂഷയുടെ. അപ്പോൾ തന്റെ സ്ഥലത്തേക്ക്, ആ സ്ഥലം നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് നാശം എന്ന് തന്നെ മനസ്സിലാക്കാം. നശിച്ചവരുടെ, നഷ്ടപ്പെട്ടവരുടെ, ശപിക്കപ്പെട്ടവരുടെ, രക്ഷിക്കപ്പെടാത്തവരുടെ ആ ഒരു അവസ്ഥ.
ഇന്നലെ നമ്മൾ വായിച്ച വെളിപ്പാട് 17:8 വാക്യവും കൂടെ 17:8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. അവിടെയും കണ്ടോ, നാശത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലം പോലെയാണ്. എവിടെ പോവാ? നാശത്തിലേക്ക് പോകാണ്. ഒരു സ്ഥലമാണ്. അപ്പോൾ അവസ്ഥയും സ്ഥലവുമാണ് നാശം എന്നത് ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം തെളിയുന്നു. എന്നിട്ട് ഇന്നലെ നമ്മൾ കണ്ട ആ 7 തലയുള്ള മൃഗത്തെ, അതായത് എതിർ ക്രിസ്തുവിനെ, കള്ളക്രിസ്തുവിനെ, ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിനെ, ഫേക്ക് ക്രിസ്തുവിനെ, ഇവിടെ പറയുന്നത് 4 വിശേഷതകളുണ്ട്. എന്താണ് ആ മൃഗത്തിന്റെ 4 വിശേഷതകൾ? ഉണ്ടായിരുന്നത്, 2 ഇപ്പോൾ ഇല്ലാത്തത്, 3 അഗാധത്തിൽ നിന്ന് ഇനി കയറി വരാൻ പോകുന്നത്, ഇനിയും ഭാവിയിൽ അഗാധത്തിൽ നിന്ന് കയറി വരുവാനുള്ളത്, 4 നാശത്തിലേക്ക് പോകുന്നത്. ഈ 4 പ്രത്യേകതകൾ ഈ മൃഗത്തിനുള്ളതായിട്ട് പറയുന്നു. ഒരു ചെറിയ സംശയം ഇവിടെ പല വേദപണ്ഡിതാക്കളും ഉന്നയിച്ചിട്ടുള്ളത്, യൂദായും ഈ എതിർക്രിസ്തുവുമൊക്കെ ഒരു അവതാരമാണോ? ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇനി വരുവാനിരിക്കുന്ന എതിർക്രിസ്തു എന്ന മൃഗം, അല്ലെങ്കിൽ ആ മൃഗം എന്ന ചിത്രീകരണത്തിലൂടെ വെളിപ്പെടുന്ന എതിരാളി, എതിർക്രിസ്തു, ഇവിടെ പറയുന്നു ഉണ്ടായിരുന്നതാണ്. എപ്പോഴോ ഉണ്ടായിരുന്ന ഒരുത്തനാണ്. എപ്പോൾ ഉണ്ടായിരുന്നതാണെന്ന് നമുക്ക് അറിവില്ല. യോഹന്നാൻ ഈ ദർശനം കാണുന്ന സമയത്ത് അവൻ ഇല്ലായിരുന്നു, ഇപ്പോഴില്ല. ഇനിയും ഭാവിയിൽ അഗാധത്തിൽ നിന്നിത് കയറി വരും. പൗലോസ് പറയുന്നത് പോലെ വെളിപ്പെട്ടു വരും. എന്നാൽ അവൻ അങ്ങനെ അങ്ങ് ഇരിക്കത്തൊന്നുമില്ല. അവൻ പിന്നെ എന്നേക്കുമായിട്ടങ്ങ് പോകും. എവിടേക്ക്? നാശത്തിലേക്ക്. നാശത്തിലേക്ക് പോയാൽ അവിടെ നിന്നൊരു തിരിച്ചുവരവില്ല. അത് അവസാനം, അത് അന്തിമമായ യാത്രയാണ്. അപ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും മേലിൽ ഭാവിയിൽ അഗാധത്തിൽ നിന്ന് കയറി വരുന്നതും നാശത്തിലേക്ക് പോകുന്നതുമായ ഈ മൃഗം ആയി ചിത്രീകരിക്കപ്പെടുന്ന എതിർക്രിസ്തു. ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു, ഇവൻ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഉത്തരം നമുക്കറിയില്ല. എന്നാൽ ഒരു അനുമാനമുണ്ട്. പല വേദപണ്ഡിതാക്കളും അനുമാനിക്കുന്നതാണ്. ഉപദേശമല്ലിത്, അനുമാനം മാത്രം. ജസ്റ്റ് an assumption. നമുക്ക് സന്തോഷമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഒരു അനുമാനം. ഈ എതിർക്രിസ്തു ഉണ്ടായിരുന്നത് എപ്പോൾ? യൂദായെ സംബന്ധിച്ച യേശുക്രിസ്തുവിന്റെയും പത്രോസിന്റെയും വാക്കുകളെ നമ്മൾ കൂട്ടിയിണക്കിയാൽ യൂദ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇവൻ ഉണ്ടായിരുന്നു എന്ന ഒരു അനുമാനത്തിലേക്ക് എത്താം. അനുമാനമാണേ, ഉപദേശമല്ല. ചിലർക്ക് അതിനൊട്ടും താല്പര്യമില്ല, വേണ്ട, അങ്ങനെ വിട്ടേക്കുക. എന്നാൽ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമം വേദപുസ്തക പഠിതാക്കൾ നടത്തിയതാണ് ഇത്. അവൻ ഉണ്ടായിരുന്നു, യൂദ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ.
ഇപ്പോൾ ഇല്ല. യോഹന്നാന്റെ ഈ എഴുതുന്ന ഈ ദർശനം കാണുന്ന സമയത്ത് അവൻ ഭൂമിയിൽ ഇല്ല. എവിടേക്ക് പോയി എന്നാണ് പത്രോസ് പറഞ്ഞത്? തന്റെ സ്ഥലത്തേക്ക്. തൻ്റെ സ്ഥലത്തേക്ക്. വേറെ ആരെക്കുറിച്ചും മരണസംബന്ധിയായി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇങ്ങനെ പറയുന്നില്ല. തൻ്റെ സ്ഥലത്തേക്ക് പോയി. അതുകൊണ്ട് ചിന്തിക്കുന്നു, യൂദ മരിച്ചിട്ട് അവന്റെ സ്ഥലത്തേക്ക്, ആ നാശം എന്ന അവസ്ഥയിലൂടെ പോയി. ഇനിയും അവൻ അഗാധത്തിൽ നിന്ന് കയറി വരും. അഗാധത്തിൽ നിന്ന് കയറി വരും. എന്നിട്ട് എവിടേക്ക് പോകുന്നു? നാശത്തിലേക്ക്. അതുകൊണ്ടൊരു അനുമാനമാണ്, യൂദ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ എതിർ ക്രിസ്തു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവനായിരുന്നു അത് എന്ന ഒരു ചിന്ത, ഒരു വെറും ചിന്ത ശകലമാണ്. അതിന് അമിത പ്രാധാന്യം നൽകേണ്ടതില്ല. ഇനി മനസ്സിലായില്ലെങ്കിലും വിട്ടേക്കുക, ഒരു കുഴപ്പമില്ല. ഏതായാലും നാശയോഗ്യൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന രണ്ടു പേരാണ്, യൂദ ഇസ്കോരിയോത്താവും എതിർ ക്രിസ്തുവും. യൂദ ഇസ്കോരിയോത്താവ് ഉണ്ടായിരുന്നവനാണ്, എതിർ ക്രിസ്തു ഇനിയും വരുവാനിരിക്കുന്നവനാണ്. ഏതായാലും അവസാനം നാശമാണ് എന്നുള്ളതും വ്യക്തം. അവസാനം നാശമാണ് എന്നുള്ളതും വ്യക്തം. അതുകൊണ്ടാണ് അവനെ നാശയോഗ്യൻ എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. നാശയോഗ്യൻ. അപ്പം പഴയ നിയമത്തിലും നമ്മൾ കണ്ടതൊക്കെ ഈ എതിർ ക്രിസ്തുവിന്റെ അവസാനം നാശമാണ്, അവൻ നശിച്ചു പോകും എന്നൊക്കെ ഉള്ളതാണ്. ഏതായാലും അവന്റെ അവസാനം പതനം, നാശം എന്നുള്ളത് വ്യക്തം. രണ്ടാമത്തെ പേരാണ് അധർമ്മമൂർത്തി. അധർമ്മമൂർത്തി. The mystery of lawlessness, iniquity. അധർമ്മത്തിന്റെ മൂർത്തി. അധർമ്മത്തിന്റെ മർമ്മമെന്നും നാം താഴെ കാണുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മമെന്നും അധർമ്മ മൂർത്തി എന്നും നാം തെസലോനിക്ക ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അധർമ്മ മൂർത്തി. എന്നിട്ട് ഏഴാമത്തെ വാക്യത്തിൽ അധർമ്മത്തിന്റെ മർമ്മം എന്നും നാം കാണുന്നു. അധർമ്മത്തിന്റെ മർമ്മം എന്നും നമ്മൾ കാണുന്നു. എതിർ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വളരെ വിചിത്രമായ ഒരു പേരായി നമുക്കിത് കാണുവാൻ സാധിക്കും. The man of lawlessness, the man of sin. നാശത്തിന്റെ പുത്രനെന്നും പാപത്തിന്റെ പുത്രനെന്നും. A man of sin അധർമ്മമൂർത്തിയുടെ അർത്ഥമാണ്. ഓർ മാൻ ഓഫ് ലോലെസ്നെസ്, അത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അതായത് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം ലോകത്തിലെ പാപത്തിന്റെ പെരുപ്പം നിമിത്തമാണ്.
എതിർ ക്രിസ്തുവിന് ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുവാൻ പാപത്തിന്റെ കടന്നാക്രമണം ഉണ്ടായേ പറ്റൂ. വേലിയേറ്റം കൂടിയേ തീരൂ. പാപത്തിന്റെ വേലിയേറ്റത്തിലാണ് എതിർ ക്രിസ്തു അനായാസം ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കുക. പാപത്തിന്റെ വളരെ അപകടകരമായ വളർച്ച, വർധനവ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? പാപത്തിന്റെ അപകടകരമായ വർധനവ്. കൊച്ചു കുട്ടികൾ പോലും അക്രമവാസനയുള്ളവരാകുന്നു. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനകൾ, ലഹരിയുടെ ഉപയോഗമായാലും അസാൻമാർഗിക ജീവിതമായാലും കള്ളത്തരങ്ങളായാലും എല്ലാ മണ്ഡലങ്ങളിലും പാപത്തിന്റെ വർധനവാണ്. അത് കൂടിയേ തീരൂ. അങ്ങനെ പാപം വർദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ ചിറകിൽ ഏറി എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്. ദാനിയേൽ 12 നമ്മൾ കണ്ടു, മ്ലേച്ഛതയുടെ ചിറകിന്മേലാണ് അവൻ വരുന്നത്. അതുകൊണ്ടാണ് അവനെ പൗലോസ് എന്ത് വിളിക്കുന്നത്? പാപത്തിന്റെ പുരുഷൻ. പാപത്തിന്റെ പുരുഷൻ. Actually, the Antichrist is not the reason for sin, but he is the result of sin. പാപത്തിന് അവൻ കാരണം എന്നതിനേക്കാൾ അവൻ പാപത്തിന്റെ ഫലമായിട്ട് വരുന്നവനാണ്. പാപത്തിന്റെ ഫലമായിട്ട് വരുന്നവൻ. അതുകൊണ്ടാണ് അവനെ പാപത്തിന്റെ പുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. പാപത്തിന്റെ പുരുഷൻ. അപ്പോൾ അധർമ്മമൂർത്തി. അപ്പോൾ നാശത്തിന്റെ പുത്രനും പാപത്തിന്റെ പുത്രനുമാണ് എതിർ ക്രിസ്തു. ഇത്രയും വ്യക്തമാണോ? ശരി, സംശയങ്ങളില്ലെങ്കിൽ അടുത്തത് ഈ 3-ാം വാക്യത്തിൽ തന്നെ. ഓക്കെ, താങ്ക് യു. ഈ 3-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നു, നമ്മൾ വെളിപ്പാട് 17:8 കണ്ടതുപോലെ ഇവൻ ഭാവിയിൽ വെളിപ്പെടുവാനിരിക്കുന്നവനാണ്. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഭാവിയിലാണ്. അതായത് പൗലോസ് ഇത് സംസാരിക്കുന്ന സമയത്തില്ല. പിന്നെ അവൻ എപ്പോൾ വരുമെന്നുള്ളതും കർത്താവിന്റെ നാളും ഒക്കെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ 3-ാമത്തെ കാര്യം പൗലോസ് പറയുന്നത് അവൻ ഭാവിയിൽ പ്രത്യക്ഷപ്പെടുവാനിരിക്കുന്നവനാണ്. 1, അവൻ നാശയോഗ്യൻ, നാശപുത്രൻ. 2, അവൻ അധർമ്മമൂർത്തി അഥവാ പാപത്തിന്റെ പുത്രൻ. 3-ാമത് അവൻ ഭാവിയിൽ വെളിപ്പെടുവാനുള്ളവൻ. 4-ാമത്തെ കാര്യമാണ് നാം താഴോട്ട് വരുമ്പോൾ കാണുന്നത്. 4-ാമത്തെ വാക്യത്തിൽ വേഴ്സ് നമ്പർ 4, 2 തെസ്സലോനിക്കർ 2:4. വായിച്ചു സൂര്യ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 4-ാം വാക്യത്തിൽ ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുന്ന കാര്യം, 4-ാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് ദൈവമെന്ന് സ്വയം
നടിക്കുന്നവൻ അഥവാ വിശേഷിപ്പിക്കുന്നവൻ. അവൻ ആരാധന സ്വീകരിക്കുന്നവൻ. അപ്പൊ ദൈവമെന്ന് സ്വയം നടിക്കുന്നവൻ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നവൻ. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. അഞ്ചാമത്തെ കാര്യം അവിടെ തന്നെ പറയുന്നു, ദൈവമെന്നോ പൂജാവിഷയമെന്നോ ഉള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്നവൻ. നമ്മളതും നേരത്തെ കണ്ടിട്ടുണ്ട്. തന്നെത്താൻ ദൈവം എന്ന് പറയുന്നത് കൊണ്ട് ബാക്കിയുള്ള സകല ദൈവങ്ങൾക്കും മീതെ അവനെ തന്നെ ഉയർത്തും. ഇന്നലെ നമ്മൾ ദാനിയേലിൽ അത് കണ്ടിരുന്നു. സൈന്യങ്ങളുടെ രാജാവായ ദൈവത്തോട് പോലും അവൻ ഏറ്റുമുട്ടുവാൻ മടിക്കാത്തവനാണ്. അത്ര അഹങ്കാരിയാണവൻ. അത്ര അഹങ്കാരിയാണവൻ. അപ്പം ഈ 4-5 അധികം വിശദീകരണം വേണ്ടല്ലോ. അവൻ തന്നെത്താൻ ദൈവമാക്കും. അതുകൊണ്ട് ബാക്കിയുള്ള യാതൊരു ദൈവങ്ങളുടെയും, യഹോവയുടെ മാത്രമല്ല യാതൊരു ആരാധനാമൂർത്തികളുടെയും ആരാധന അവൻ അനുവദിക്കത്തില്ല. സകലത്തിനും മീതെ അവൻ തന്നെത്താൻ ഉയർത്തും. ഓക്കെ. പിന്നെ അതിനോട് തന്നെ ചേർത്ത് നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിൽ ആറാമത്തേതൊന്ന് എടുത്തു പറയുന്നു. അഞ്ചാമത്തേതിൽ വന്നതാണെങ്കിലും അല്പം കൂടെ ഊന്നൽ കൊടുത്ത് പറയട്ടെ. സെൽഫ് എക്സോൾട്ടിങ്, തന്നെ താൻ ഉയർത്തുന്നവനാണവൻ. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു വാട്ട് ക്രൈസ്റ്റ് ഡിഡ്. നമ്മുടെ കർത്താവിന്റെ നേരെ വിപരീത സ്വഭാവം. ഫിലിപ്പിയർ 2:6 നമ്മുടെ കർത്താവിന് സ്വഭാവമുണ്ട്. എന്ത് ചെയ്തു? അവൻ തന്നെ താൻ താഴ്ത്തി. എന്നാൽ ഇവിടെ ഇവൻ തന്നെ താൻ ഉയർത്തുന്നു. അതുകൊണ്ടാണ് അഹങ്കാരി എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. ഗർവി, നിഗളി, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ് ഗർവം, അഹങ്കാരം, നിഗളം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ പറയാറുണ്ടായിരുന്നു 2 പാവങ്ങളെ തന്തപ്പാവങ്ങളെന്ന്. തന്ത എന്ന് പറഞ്ഞാൽ അപ്പൻ, ജനകൻ. ഇപ്പൊ 2 തന്തപ്പാവങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പാവങ്ങൾക്കും ജന്മം കൊടുക്കുന്ന പാവങ്ങൾ. അതിൽ ഒന്നാമത്തേതാണ് നിഗളം അഥവാ ഗർവം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഒരിക്കലും നിഗളം പാടില്ല. 1 തിമോത്തിയോസ് 3:6 പറയുന്നു, നിഗളം പിശാചിന്റെ പാപമാണെന്ന്. 1 Timothy 3:6 Pride is the sin of devil, sin of Satan. പിശാചിന്റെ പാപമാണ് നിഗളം. ഒരിക്കലും നമ്മിൽ അതുണ്ടാകരുത്. ഒരിക്കലും നമ്മൾ അതുണ്ടാകരുത്. തന്തപ്പാപങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട് അല്ലെ? ഒന്ന് നിഗളം, മറ്റേത് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹം. ഈ 2 പാപങ്ങളിൽ അകപ്പെട്ടവർ ആരും മടങ്ങി വന്ന് കാണുന്നില്ല.
ഭീകരമായ 2 പാപങ്ങളാണിത്. അതുകൊണ്ട് ഇത് രണ്ടും അല്ലാതെ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലെന്നാലും ചിന്തിക്കല്ലേ. ഏറ്റവും ഭീകരമായ 2 പാപങ്ങളാണ് നിഗളവും ദ്രവ്യാഗ്രഹവും. അതിലകപ്പെടുന്നവർക്ക് മോചനമില്ലെന്ന് തന്നെ പറയാം. അത് പിശാചിന്റെ പാപമാണ്. ഇവിടെ എന്താ ഇവൻ ചെയ്യുന്നത്? തന്നെ താൻ ഉയർത്തുന്നു. സെൽഫ് എക്സോൾട്ടിങ്, സെൽഫ് അപ്ലിഫ്റ്റിംഗ്, പ്രൈഡ് പാടില്ല. നമ്മിൽ യാതൊരു കാരണവശാലും അഹങ്കാരത്തിന്റെ, നിഗളത്തിന്റെ, ഗർവത്തിന്റെ ലേശമെങ്കിലും ലാഞ്ചനയെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണേ, പിശാചിന്റെ അംശമാണത്. ഒട്ടുമുണ്ടാകരുത് നമ്മിൽ. വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ തലയിൽ കൂടെ ചവിട്ടിപ്പോയാൽ സാരമില്ല കേട്ടോ. ആൾക്കാർ നമ്മളെ വെറും എന്തുവാ മണ്ടന്മാരെന്ന്, അല്പം കൂടെ താഴ്ന്ന ഭാഷയിൽ പറഞ്ഞാൽ വെറും മൊണ്ണകളെന്ന് പറഞ്ഞേക്കാം, സാരമില്ല. എന്നാലും സാത്താന്റെ ഈ പാപത്തിന്റെ അംശം നമ്മിൽ ഉണ്ടാകരുത്. നിരന്തരം പ്രാർത്ഥിച്ചോണം, കർത്താവേ എന്നെ താഴ്മ ധരിപ്പിക്കണമേ. യേശു അതുകൊണ്ടാ പറഞ്ഞത് മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ, അതുകൊണ്ട് എൻ്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പീൻ. സൗമ്യതയുള്ള യേശുവിൻ്റെ കഴുത്തേൽ വെച്ചിരിക്കുന്ന നുകത്തിന്റെ മറ്റേ ഭാഗം ഒഴിഞ്ഞുകിടക്കുക. അവിടെ പെടല് കൊണ്ട് വെച്ചോളാനാ കർത്താവ് നമ്മെ വിളിച്ചേക്കുന്നത്. മനസ്സിലായോ? The yoke Christ is bearing, and the other side of the yoke is vacant, and Christ is calling you and me to take upon Christ's yoke upon us. Because Christ is meek and humble, we also have to. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അംശമായ താഴ്മയും സൗമ്യതയുമേ നമ്മൾ ഉണ്ടാകാവൂ. പിശാചിന്റെയും എതിർ ക്രിസ്തുവിന്റെയും അംശമായ നിഗളവും ഗർവവും ഒന്നും നമ്മിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് കർത്താവും പറഞ്ഞത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. 6ാമത്തെ അവന്റെ സ്വഭാവം പൗലോസ് പറയുന്നു, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ വിശദീകരണം പൗലോസ് പറയുന്നു, അവൻ ഗർവിഷ്ഠനാണ്, തന്നെത്താൻ ഉയർത്തുന്നവനാണ്. 7ാമത്തെ അല്ലേ? ഏഴാമത്തെ സ്വഭാവമായി 4ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് എതിരാളി, ഒപ്പോണന്റ്, എതിരാളി. സൈറ്റാനാസ്, സാത്താൻ എന്ന പേരിന്റെ അർത്ഥമാണ് എതിരാളി. ദൈവത്തെയും ദൈവീകമായുമുള്ള സകലത്തെയും, ദൈവത്തെയും ദൈവീകമായ സകലത്തെയും എതിർക്കുന്ന എതിരാളിയുടെ പേരാണ് സാത്താൻ. ഇവിടെ സാത്താന്റെ പുത്രനായ, സാത്താന്റെ ആവാസമുള്ള ഈ എതിർ ക്രിസ്തുവും എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ എതിരാളിയായി തീരുകയാണ്. ഒപ്പോണന്റ്, അഡ്വേഴ്സറി, എനിമി. അപ്പോൾ ദൈവത്തിന്റെയും ദൈവികമായ സകലത്തിന്റെയും അവൻ ശത്രുവാണ്. അത് ദൈവത്തിന്റെ ജനമായാലും ദൈവത്തിന്റെ വ്യവസ്ഥകളായാലും ദൈവിക സ്വഭാവങ്ങളായാലും എല്ലാറ്റിനെയും ഇവൻ എതിർക്കുന്നു. ദൈവികമായ സകലത്തെയും എതിർക്കുന്ന എതിരാളിയാണ് ഇവൻ, എതിരാളിയാണ്. ഇതാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ച്
പൗലോസ് പറയുന്ന ഏഴാമത്തെ സൂചന. എതിരാളി. ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ ഏഴാമത്തെ വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ മതി. The mystery of iniquity or the mystery of lawlessness. Yeah, simply the mystery of sin. അധർമ്മത്തിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ മർമ്മം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എട്ടാമത്തെ പേരാണ് എതിർ ക്രിസ്തുവിന് പൗലോസ് ഇവിടെ നൽകുന്നത്, അല്ലെങ്കിൽ പരാമർശമാണ്. എട്ടാമത്തെ പരാമർശം അധർമ്മത്തിന്റെ മർമ്മം. മർമ്മം, പലതരം മർമ്മങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. മർമ്മം എന്ന നിലയിൽ നിങ്ങൾക്കറിയാമായിരിക്കും എത്ര വ്യക്തികളെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു എന്ന്. രണ്ടുപേര്. കറക്റ്റാണ്. ആരൊക്കെയാ അല്ലെങ്കിൽ എന്തൊക്കെയാ? അധർമ്മത്തിന്റെ മർമ്മം എതിർ ക്രിസ്തു, പിന്നെ യേശുക്രിസ്തു ആണ് അതിന്റെ മർമ്മം. ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തിയുടെ മർമ്മം. യാ, 1 തിമോത്തിയോസ് 3:16. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു ഭക്തിയുടെ മർമ്മം, അല്ലെ ദൈവഭക്തിയുടെ മർമ്മം. The mystery of godliness and the mystery of iniquity. Mystery of godliness is Jesus Christ and mystery of iniquity is Antichrist. ഈ രണ്ട് വ്യക്തികളെയാണ് വേദപുസ്തകം മർമ്മം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത്. ഇവിടെ കണ്ടോ, യേശുക്രിസ്തുവിനെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നത്. ദൈവഭക്തിയുടെ മർമ്മമായ ക്രിസ്തുവിനെ അധർമ്മത്തിന്റെ മർമ്മമായ ഇവൻ പകർത്താൻ ശ്രമിക്കുക. അവന്റെ പേരാണത്, അധർമ്മത്തിന്റെ മർമ്മം. അതുപോലെ തന്നെ രണ്ട് സ്ഥാപനങ്ങളെയും മർമ്മം എന്ന് ബൈബിൾ പുതിയ നിയമം വിളിക്കുന്നുണ്ട്. Two institutions also are addressed as mystery. അതും എളുപ്പം നിങ്ങൾക്ക് പറയാമായിരിക്കുമല്ലോ. ദൈവഭക്തിയുടെ മർമ്മമായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായ നിർമ്മല കന്യകയായ സഭ ഒരു മർമ്മമാണ്, മർമ്മമായിരുന്നു, മർമ്മമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ പകർത്താൻ ശ്രമിക്കുമ്പോൾ അധർമ്മത്തിന്റെ മർമ്മമായ എതിർ ക്രിസ്തുവിന്റെ ഭാര്യയായ വ്യാജസഭ, വെളിപ്പാട് 17 നമ്മൾ കാണുന്നു മർമ്മം, മഹതിയാം ബാബിലോൺ. അപ്പൊ രണ്ട് വ്യക്തികളെയും രണ്ട് സ്ഥാപനങ്ങളെയും പുതിയ നിയമം മർമ്മം എന്ന് വിളിക്കുന്നു. അതിലൊന്നാണ് നാം ഇവിടെ കാണുന്ന അധർമ്മത്തിന്റെ മർമ്മം. അധർമ്മത്തിന്റെ മർമ്മം എതിർ ക്രിസ്തുവിന്റെ പേരാണ്. ഇതാണ് എട്ടാമത്തെ പരാമർശം, അധർമ്മത്തിന്റെ മർമ്മം.
അപ്പോൾ ഈ വിഷയങ്ങൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് തെസലോനിക്കർക്കുള്ള 2-ാം ലേഖനത്തിൽ നിന്ന് പൗലോസ് പറയുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് 2:9 2:9 2 തെസലോനിക്കർ അധർമ്മമൂർത്തിയുടെ 2:, പ്രത്യക്ഷത യാ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ബാധിക്കുന്നത് ആരെ മാത്രമേ ഉള്ളൂ? നശിച്ചു പോകുന്നവരെ മാത്രം. നമ്മൾ അതൊക്കെ വിശദമായി കണ്ടു, അതിന്റെ വിശദീകരണം വേണ്ടല്ലോ. നശിച്ചു പോകുന്നവർക്കാണത്. 10-ാമത്തെ കാര്യം, അവന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ശക്തി സാത്താന്യമാണ്. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം അവനെ രംഗപ്രവേശം ചെയ്യിക്കുന്നതും അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതുമെല്ലാം ആരാണ്? സാത്താൻ. സാത്താന്റെ ആലോചനയ്ക്കനുസരിച്ചാണ്, അവന്റെ വ്യാപാര ശക്തിക്കനുസരിച്ചാണ്. അടുത്ത കാര്യങ്ങൾ അവിടെ കാണുന്നത് വ്യാജമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വ്യാജമായ ശക്തി എന്നിവയാലാണ് അവൻ പ്രവർത്തിക്കുന്നത്. അത്ഭുതങ്ങളൊക്കെ അവൻ ചെയ്യും, പക്ഷേ എല്ലാം വ്യാജം, ദൈവീകമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പറയുകയുണ്ടായി, ചാച്ചു. ഒന്നാമത്തെ ചായയുടെ അർത്ഥം ഹിന്ദിയിലാണ് ചങ്കായി, രണ്ടാമത്തെ ചമത്കാർ, ഛൂവിന്റെ അർത്ഥം ഛുട്കാര. ഇന്ന് മിക്കവാറും ഒക്കെ നമ്മുടെ യോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചുറ്റിക്കറങ്ങുന്ന ഒരു ഷാഫ്റ്റാണിത്. ചാച്ചു, ചങ്കായി, ചമത്കാർ, ഛുട്കാര. ചങ്കായി, ചമത്കാർക്ക് നമസ്കാരം എന്ന് ഞങ്ങളിവിടെ പറയാറുണ്ട്. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കും. അത് വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നയാളാണ് ഞാൻ. പക്ഷെ വ്യാജമായതിനെ എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ വ്യാജമായ എല്ലാ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും ഒക്കെ കൂടെയാണ് ഈ എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി എന്ന് നമുക്ക് 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആ ഭാഗങ്ങൾ നേരത്തെയും നമ്മൾ മറ്റു പല വിഷയങ്ങളിലും ചർച്ച ചെയ്തതായതുകൊണ്ട് അവ ഇന്ന് ഞാൻ തൊടാതെ വിടുന്നു. അപ്പോൾ പൗലോസിന്റെ ചിത്രീകരണത്തിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള 10-ലധികം വസ്തുതകൾ നമുക്ക് 2 തെസലോനിക്കർ 2-ാം അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇവയിൽ നിന്നൊക്കെ ഇപ്പോഴേ നാം ഒഴിഞ്ഞിരിക്കണം. വ്യാജമായിട്ടുള്ള ശക്തിക്കും അത്ഭുതത്തിനുമൊന്നും ഊന്നൽ കൊടുത്ത് പോകരുത്. അത്ഭുതങ്ങളൊക്കെ നടന്നാലും അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നാം നോക്കിക്കൊള്ളണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വെക്കണം. പാപത്തിന്റെ തിരത്തള്ളലിൽ നാം അകപ്പെട്ടു പോകരുത്. എതിർ ക്രിസ്തുവിനെ രംഗപ്രവേശം ചെയ്യിക്കുന്നതിൽ നാം പങ്കാളികളാകരുത്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കുത്തൊഴുക്കിൽ നാം ആകരുത്. ഇവയെല്ലാം നടക്കുന്നത് കാണുമ്പോൾ വീണ്ടും നമ്മുടെ പ്രത്യാശയെ നാം പുതുക്കണം.
നമ്മുടെ തലകളെ നാം ഉയർത്തണം. നമ്മുടെ ചെരുപ്പ് നാം ഇട്ടുകൊള്ളണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെടുമ്പോൾ പെസഹ ആചരിച്ചതുപോലെ വേണം നാമും ഉടുപ്പിട്ട് ചെരുപ്പിട്ട് അരകെട്ടി യാത്രയ്ക്കുള്ള യാത്രാക്കോപ്പുകൾ ഒരുക്കി, അതാണ് വടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അവര് കുഴച്ച മാവ് പുളിക്കുവാൻ വരുന്നതിന് മുമ്പ് അവര് തിടുക്കത്തോടെ പുറപ്പെട്ടതുപോലെ വളരെ തിടുക്കത്തോടെ നമുക്കും നിത്യതയിലേക്ക് പറന്നു പോകേണ്ട സമയം വരുന്നു. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. അധർമ്മമൂർത്തിയുടെ വെളിപ്പാടിന് മുമ്പ്, പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ദൈവഭക്തിയുടെ മർമ്മമായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സംഭവിക്കും. നാം സ്വർഗീയ പൗരന്മാരാണ്. അവിടെ നിന്നും നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുകയാണല്ലോ. അന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള, മരണമുള്ള, രോഗമുള്ള ശരീരങ്ങളെയും തൻ്റെ മഹത്വ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതിനായി നമുക്കൊരുങ്ങാം. ഇപ്പോഴത്തെ ജരാനരകളിലുള്ള നമ്മുടെ ശരീരത്തിന്റെ ക്ഷയത്തിൽ, അനാരോഗ്യത്തിൽ ദുഃഖിതരാകാതെ നമുക്ക് ലഭിപ്പാൻ പോകുന്ന തേജസ്സിന്റെ ശരീരത്തിന് വേണ്ടി നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.